നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് കണ്ടോ സിദ്ധുമോൻ്റെ പരിപാടി ഉണ്ടോ? ടൈഗറിന് അവൻ്റെ പുതിയ ടീഷർട്ടൊക്കെ എടുത്തിട്ട് കൊടുത്ത്. ടൈഗറിന് പുതിയ ടീഷർട്ടൊക്കെ കിട്ടി. കണ്ടോ, സിദ്ധുവിൻ്റെ അവന് വേണ്ടാന്നും പറഞ്ഞ് അവനെടുത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ മേളിൽ നിന്ന് ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് താഴോട്ട് പോവുക. കുണുങ്ങിയുള്ള പോക്കൊക്കെ നോക്കും. ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. എന്നെയും വിളിച്ചുകൊണ്ട് അവൻ താഴെ പോവുക. താഴെ പോയി ചേച്ചിയൊക്കെ കാണിക്കണം. അവൻ എല്ലാവരും കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുക. ടീഷർട്ട് ഉൾക്കൈയൊക്കെയാണ്, എല്ലാവരും ഒന്ന് കാണട്ടെ, അതിന് വേണ്ടിയാണ്. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് താഴെ വന്നു. അവന് പിന്നെ ഏത് ഡ്രസ്സായാലും നല്ലപോലെ ചേരും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ പങ്കിയേയും വിളിച്ചു. നല്ല മഴ പെയ്യുവാണ്. പങ്കിയെ കണ്ടപാട് സ്നേഹപ്രകടനവും പെണ്ണിനെ ഇട്ട് കടിക്കുന്നു നോക്കും. സന്തോഷം കൊണ്ടുള്ള ഇതാ. അപ്പോൾ രണ്ടുപേരും മഴയായതുകൊണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിൽ തന്നെ ഉണ്ട്. പങ്കി ഇന്ന് എങ്ങും കറങ്ങാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഞാനും ഇവിടെ ഇരിക്കാം. മാറി അവനെയും പിടിച്ചു മാറ്റിയിട്ട് രണ്ടുപേരുടെ അടുക്ക ഞാനും ഇരിക്കുക. ടൈഗർ പിന്നെ കുരുത്തക്കേടിൻ്റെ അങ്ങേയറ്റം. പങ്കിയെ വിളിക്കുന്ന കേട്ട്, അതുകൊണ്ടാണ് ആ കയ്യെ കടിച്ചു പിടിച്ചേക്കുന്നത്. അവളെ തൊടാനൊന്നും പോകരുത്. അസൂയം കുശുമ്പും ഇതേപോലെ വരുത്തി വരുത്താൻ വേറെ എങ്ങും കാണാനില്ല. കുറച്ചു നേരം അടങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പന്തെടുത്ത് കൊടുത്തു. ബോളും തട്ടിക്കൊണ്ട് കിടക്കട്ടെ. പങ്കിയെ വിളിച്ച് പങ്കി വരുന്നുണ്ട് അടുത്തിരിക്കാൻ. ഇവനത് സമ്മതിക്കത്തില്ല, അലമ്പുണ്ടാക്കും. ഇല്ല, അലമ്പൻ പിള്ളേരുടെ കൂട്ടാണ് അവൻ്റെ പരിപാടി. ഉണ്ടോ, പങ്കിയെ വിളിക്കാതിരിക്കാൻ അവൻ അപ്പുറത്തോട്ട് ചാടി ഇറങ്ങി വരുന്നത്. ഇപ്പുറത്ത് മര്യാദയ്ക്ക് ഇന്ന് കളിച്ചുകൊണ്ടിരുന്നവനെ എൻ്റെ നേരെ ചൂടായിക്കൊണ്ട് പങ്കിയെ തൊടാതിരിക്കാനാണ്. ഉണ്ടോ, പങ്കിയത്തോട് വിളിച്ച് തൊടാതിരിക്കാൻ ആ കയ്യെ കടിച്ചു പിടിച്ചെങ്കിൽ ഞാൻ പങ്കിയെടുക്ക് പറഞ്ഞ് പങ്കിയോളെ വേണ്ട ചേച്ചനെ കടിച്ച് പിടിക്കുന്നടി എന്ന് പറഞ്ഞു. അവളെ വിളിച്ച് അവളെ അടുത്ത് വന്നിരുന്നു. പങ്കിക്ക് ഭയങ്കര സ്നേഹമാണ്. പറയുന്നതൊക്കെ ഇവൻ്റെ കൂട്ടൊന്നുമല്ല. പങ്കി മുഴക്കാൻ പറയും മഴയാണ്, ഇന്ന് നമുക്കെങ്ങും പോകണ്ട, ഇവിടെയൊക്കെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഇവൻ്റെ പണിയുണ്ടോ, പങ്കിയെടുക്കാൻ പോകാതിരിക്കാൻ വേണ്ടി പങ്കിയെ തൊടാതിരിക്കാൻ അവൻ എൻ്റെ കൈ കടിച്ചു പറിച്ചുക. ഞാൻ പറഞ്ഞു മോളെ ചേട്ടൻ്റെ കൈ കടിക്കുന്നടി അവനെ എന്ന് പറഞ്ഞു. അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക. ഇരിച്ചിലെടുത്ത് കഴിഞ്ഞാൽ പങ്കി ചാടി കടിക്കുകയും ചെയ്യും. അവന് കൊടുക്കും പണി. പങ്കിയെ വിളിക്കുന്നതിൻ്റെ ഗുരുത്തക്കേടാണ് അവിടെ കിടന്നുകൊണ്ട് അവൻ കാണിക്കുന്നത്, എന്നെ കടിക്കുന്നത്. പങ്കിയെ തൊടാൻ ആ കൈയുമായിട്ട് പോകരുത്, അതിനാണ് അവൻ ചെയ്യുന്നത്. 2 ദിവസമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കാണുന്നുണ്ടല്ലോ അവൻ്റെ അസൂയയും കുശുമ്പൊക്കെ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാ. പങ്കിയെ വിളിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യരുത്, അവനെ ആകാവളെല്ലാം. പങ്കിയോട് കൂടുതൽ ലോഗ്യം പറയാൻ പാടില്ല. പങ്കിയോട് ഞാൻ കാര്യം പറയുന്നതിന് അവൻ ഇടിച്ചു കയറി അങ്ങ് ചെല്ലുന്നത്. പങ്കി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ടൈഗറിന് ഇച്ചിരി ഉളപ്പ് കൂടുതലാണ്. പങ്കിപ്പെണ്ണിനെ നമ്മൾ സ്നേഹിക്കാനോ കാര്യം പറയാനോ അവളെ അടുത്തോട്ട് വിളിക്കാനോ ഇതൊന്നും അവൻ സമ്മതിക്കത്തില്ലെന്നുള്ളതാണ്. ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ടുള്ള അവൻ്റെ കസർത്ത് കണ്ടില്ലേ എനിക്ക്. ഞാൻ കുറച്ച് നേരം പന്തെടുത്തിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു പന്തെടുത്തോണ്ട് വരാമെങ്കിൽ ഉമ്മ വരാമെന്ന് പറഞ്ഞു. അവൻ പന്തെടുത്തുകൊണ്ട് തരുന്നുണ്ട്. അങ്ങനെങ്കിലും കുറച്ച് നേരം അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവൻ ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കേട്ടോ പന്തെടുത്തുകൊണ്ട് വരുന്നത്. ഉമ്മ കൊടുക്കാതെ അവൻ കടിക്കുന്ന നോക്ക്. പറഞ്ഞാൽ അവന് കിട്ടണം, കിട്ടിയില്ലേ അവൻ നമ്മളെ ശരിയാക്കും. പങ്കി ഇതെല്ലാം കേട്ട് സഖി ഇട്ടിരിക്കും കേട്ടോ. ഇങ്ങോട്ട് വരണമെന്നുണ്ട്, എൻ്റെ അടുക്ക വന്നിരിക്കണമെന്നുമുണ്ട്. പങ്കിയെ വിളിക്കുന്നതിന് ചെയ്യുന്ന പണിയുണ്ട് അവൻ. വിളിക്കരുതെന്നാണ് അവൻ പറയുന്നത്. പങ്കിയെ വിളിക്കരുത്, പങ്കിയെ തൊടരുത്. ഉണ്ടോ, ഞാൻ പങ്കിയെ തൊടാൻ പോകുന്ന കൈ അവൻ കടിച്ചെടുക്കും. നോക്കൂ, ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാൻ പങ്കിയെ വിളിക്കുമ്പോൾ അവൻ ആ കൈ വന്ന് കടിച്ചിഞ്ഞ് മാറ്റും. കണ്ടോ, കടിച്ചു കൊണ്ടുപോകുന്ന നോക്കും. പങ്കിയെ തൊടരുതെന്ന് അവൻ പറയുന്നത്. അവനാ പെട്ടെന്ന് പങ്കിയുടെ അത്ര ആയി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം പങ്കിയെ നമ്മൾ സ്നേഹിക്കാനോ പങ്കിയെ തൊടാനോ ഇവൻ സമ്മതിക്കത്തില്ല. ഇപ്പം മിക്കവാറും ഞാൻ അവനെ പിടിച്ച് കൂട്ടിലോ വല്ലോടോ ഇടും. എൻ്റെ പങ്കിക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. അവൻ ഓടി നടന്നങ്ങ് അടിച്ചോടുക.
പങ്കിയെ വിളിക്കാതിരിക്കാൻ അവൻ എന്നെ വിലക്കുന്നത്. ടീഷർട്ടൊക്കെ ഇട്ട് പൊടി എമയിലൊക്കെ ഇരിക്കുന്നത്. അവനെല്ലാ ടീഷർട്ടും അവന് ചേരുന്നുണ്ട്. അതൊന്നുമില്ലെങ്കിലും അവൻ നല്ല ഇതായതുകൊണ്ട് ഗ്ലാമറല്ലേ അവൻ. നമ്മുടെ സൂപ്പർ സ്റ്റാർ കണ്ടില്ലേ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഫുൾ കൈ ടീഷർട്ട് എടുത്ത് സിദ്ധാർത്ഥിൻ്റെ അടുത്തങ്ങ് കൊടുത്തവന്. സിദ്ധാർത്ഥ് വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഇവന് വേണ്ടി ഇതേപോലത്തെ കുറേ പരിപാടികളുണ്ട്. സിദ്ധാർത്ഥിനെ ചാടി പിടിക്കുന്നുണ്ട് അവന്. പങ്കിയെ വിളിക്കാതിരിക്കാനും പങ്കിയെടുക്കാൻ പോകാതിരിക്കാനും ശ്രദ്ധ തിരിക്കാനാണ് അവൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേഷ്യം കണ്ട അവൻ്റെ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഓടി നടന്നങ്ങ് കുരുത്തക്കേട് കാണിക്കാൻ നടക്കും അവനങ്ങ്. പല്ലൊക്കെ കുറേ പോയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് പറയുന്നു? ഇന്ന് മഴയായിട്ട് ആരും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാകത്തില്ല. ഫുള്ള് മഴയാണ് ഇവിടെ. അവിടെ അതേപോലെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലയോ? ഇന്നലെ രാത്രി തൊട്ട് തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ചെങ്ങും പോകുന്നില്ല. അതുകൊണ്ട് പിള്ളേരോടൊപ്പം ഇരുന്ന് കളിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അവർക്കും കുറച്ച് സന്തോഷമാകട്ടെ. ടൈഗറിന് പന്തെടുത്തിട്ട് കൊടുക്കുക. അവൻ പന്ത് പോയി എടുത്തുകൊണ്ടിരിക്കുക. പങ്കി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പങ്കി ഇത് യവനുള്ളത് കൊണ്ട് ഒന്നിനും അടുക്കാത്തത്. പങ്കി നേരത്തെ ഇതേപോലെ എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ട് വരുന്ന ആളാണ്. ഇപ്പം യവൻ്റെ ഒരു പ്രശ്നം കാരണമാണ്. യവൻ പെണ്ണിൻ്റെ താടിക്കൊക്കെ ഇട്ട് കടിക്കുന്നത് കൊണ്ടാണ് അവൾ അടുക്കാതെ നിൽക്കുന്നത്. മഴ ആയതുകൊണ്ട് പങ്കിക്ക് അങ്ങ് പോവുകയും വേണ്ട. ഇല്ലെങ്കിൽ ഞാൻ അടുക്ക വന്നിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെ തോണ്ടി വിളിച്ച് പോകാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. മഴ ആയതുകൊണ്ട് അവൾക്കങ്ങ് പോകണ്ട. അതുകൊണ്ട് അവൾ അനങ്ങാതെ അവിടെ ഇരിക്കുന്നത്. നോക്ക്, പന്തിട്ട് കൊടുത്ത് പന്തെടുക്കാൻ നടക്കുക. സ്റ്റൂളിൻ്റെ അടിയിൽ കയറി എൻ്റെ അടിയിൽ നിന്ന് സ്റ്റൂള് നീക്കിയിട്ട് അവൻ പന്തെടുത്തുകൊണ്ട് വരുന്നു. പന്തെടുത്തുകൊണ്ട് വന്ന് ഉമ്മ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. കൊണ്ടുവരും, പറയുന്നതൊക്കെ ചെയ്യും, എടുത്തുകൊണ്ട് വരും. ഉമ്മ കൊടുക്കാൻ വേണ്ടിയുണ്ടോ? പന്തെടുത്തുകൊണ്ട് വന്നാൽ അവന് ഉമ്മയല്ലേ കിട്ടുന്നത്, അതിനാണ് എടുത്തുകൊണ്ട് വരുന്നത്. പങ്കിച്ച് ഞാൻ പിന്നെയും വിളിച്ച്. പങ്കിച്ച് എവനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുള്ളതുകൊണ്ട് അവളും ഒരു പരുവത്തി സൈഡ് കൊടുത്ത് നിൽക്കുക. ഇനി എവനെ കെട്ടിയിട്ടിട്ട് പങ്കിയെ ഫുൾ ടൈം അഴിച്ചു വിടണമെന്നാണ് തോന്നുന്നത്. അവിടെ കുറച്ച് വിഷമമൊക്കെ ഒന്ന് മാറണമെങ്കിൽ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പിള്ളേരുടെ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. വളരെ സന്തോഷം. പിള്ളേരുടെ കാര്യം തിരക്കുന്നുണ്ട്. അതിലൊക്കെ ഏറെ സന്തോഷം. അപ്പോൾ മഴയായിട്ട് എല്ലാവരും വീട്ടിലിരിക്കുക. ഒക്കെ ഇനി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും പിള്ളേരുടെ വിശേഷങ്ങളുമായിട്ട് വരാം.